തമിഴ്നാട് മുൻ ബി.ജെ.പി. അധ്യക്ഷൻ കെ അണ്ണാമലൈ പാർട്ടി അംഗത്വം രാജിവെച്ചു. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന് രാജിക്കത്ത് കൈമാറി. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, കഴിഞ്ഞ ദിവസം തന്നെ ഇതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം രാജി സമർപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേതൃത്വത്തിന്റെ നിലപാട് എന്ത് എന്നത് വ്യക്തമായിട്ടുണ്ടോ? അദ്ദേഹം അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ടെന്ന് വൈകിട്ടെന്നാണ് അറിഞ്ഞത്. അനുജ, അസാധാരണമായ ഒരു നീക്കമാണ് തമിഴ്നാട് ബി.ജെ.പിയുടെ മുൻ അധ്യക്ഷൻ അണ്ണാമലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഏറെ നാളായി ബി.ജെ.പിയുമായി അകൽച്ചയിലായിരുന്നു. പ്രത്യേകിച്ച് AIDMKയുമായുള്ള സഖ്യത്തോട് അദ്ദേഹം തീരെ യോജിപ്പില്ലാത്ത അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റിയത് അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട്. തുടർന്ന് തിരഞ്ഞെടുപ്പുമായി അദ്ദേഹം സഹകരിച്ചില്ല. സമീപകാലത്താണ് അദ്ദേഹം പുതിയ പാർട്ടി വിടാനും സ്വന്തമായി ചില പാർട്ടി രൂപീകരിക്കാനുമുള്ള നീക്കങ്ങൾ നടത്തുന്നതായുള്ള റിപ്പോർട്ടുകൾ അദ്ദേഹവുമായി അടുത്ത കേന്ദ്രങ്ങൾ അറിയിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം ഇന്നലെ വൈകിട്ട് ഡൽഹിയിൽ എത്തുകയായിരുന്നു. നേതാക്കളെ കാണുക എന്നത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഈ ഒരു കൂടിക്കാഴ്ച ഇന്ന് രാവിലെ നടന്നിരിക്കുന്നു. ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. മാധ്യമങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നടത്തിയ ആ ഒരു കൂടിക്കാഴ്ചയിൽ അദ്ദേഹം രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുന്നു. പാർട്ടി അംഗത്വത്തിൽ നിന്നും രാജി വെച്ചിരിക്കുന്നു. ഒപ്പം തന്നെ സൗഹാർദ്ദപരമായ ഒരു യാത്രയയപ്പ് തനിക്ക് നൽകണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. സംസ്ഥാന ബി.ജെ.പി. നേതാക്കളുമായി അകൽച്ചയിൽ ഇരിക്കുമ്പോഴും ദേശീയ നേതാക്കളുമായുള്ള അടുപ്പം പാർട്ടി വിട്ടാലും കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹം ലക്ഷ്യം വെച്ചിരിക്കുന്നു എന്നുള്ളത് അപൂർവമായ ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ്. ഒപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷയെ ഇന്ന് വൈകിട്ട് കാണാനാണ് അദ്ദേഹം സമയം തേടിയിരിക്കുന്നത്. അദ്ദേഹം പ്രധാനമായും ഈ സംസ്ഥാനത്ത് പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അപ്പുറത്തേക്ക് ഒരു സംഘടന രൂപീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആദ്യ നീക്കം. മക്കൾ ശക്തി ഇയക്കം എന്ന പേരിൽ ഒരു സംഘടന അദ്ദേഹം രൂപീകരിക്കുമെന്നും തുടർന്ന് പിന്നീട് അതൊരു രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റാനുമാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്. അത് DMKയ്ക്കും AIDMKയ്ക്കും ബദലായ ഒരു രാഷ്ട്രീയ ശക്തിയായി വളരുക, അല്ലെങ്കിൽ 2031 നിയമസഭാ തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും വിജയുടെ TVKയ്ക്ക് ഒരു എതിരാളിയായി മാറുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതൊരു ദ്രവിഡിയൻ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ദേശീയ രാഷ്ട്രീയവുമായി ചേർന്നു പോകാനാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്. അതേസമയം അദ്ദേഹത്തെ ഉന്നയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഇനിയും ബി.ജെ.പി. ദേശീയ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന. അതാണ് ബി.ജെ.പി. അംഗത്വം രാജിവെച്ചിരിക്കുന്നു കെ അണ്ണാമലൈ. തമിഴ്നാട് ബി.ജെ.പിയുടെ മുൻ അധ്യക്ഷനാണ്. പഴയ IPS ഓഫീസറൊക്കെ ആയിരുന്നു. അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നതാണ് ബൽറാം ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.